ഇത് മോൾക്ക് വേണ്ടി ആന്റി മേടിച്ച കുറച്ച് ഡ്രസ്സും സീറ്റ്സുവാ. മോൾ ഇത് വാങ്ങണം. ചെന്നോളൂ. ഇതൊന്നും വേണ്ട. ശരി എന്നാ അങ്ങോട്ട് ചെല്ലു. വന്ദനെ പ്ലീസ്, ഇത് എന്റെ കൂടെപ്പിറപ്പിന്റെ കുഞ്ഞാ. ഇത് രാജീവേട്ടൻ തരുന്നതായി കരുതിയാ മതി. മോളെ, മോള് വന്നത് കാര്യായി. മോള് അച്ഛനും അച്ഛമ്മയ്ക്കും ബലിയിട്ടാലേ ആ ആത്മാക്കൾക്ക് തൃപ്തി വരൂ. വന്ദനെ, വന്ദനയുടെ കാല് പിടിക്കാം. മോളെ കൊണ്ട് ബലിയിടിക്കണം. പിതൃക്കളെ സങ്കല്പിച്ച് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് രാഖി പിണ്ടസമർപ്പണം ചെയ്ത് ആത്മാക്കൾക്ക് വെച്ച ബലിച്ചോറ് കാക്ക എടുത്തിട്ടില്ല. അതിനർത്ഥം ആത്മാക്കൾ പ്രസാദിച്ചില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് രക്തത്തിൽ പിറന്ന കുട്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. വന്നേ, ഒന്ന് വന്നേ. വാ. വന്ദനെ, ഇത് ശരിയാവില്ല. ദിയമോളെ കൊണ്ട് കർമ്മങ്ങളൊന്നും ചെയ്യിപ്പിക്കണ്ട. അതെന്താ ചെയ്യുക? ദീമോള് തന്നെയാ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. വന്ദനെ, ഞാനാ പറയുന്നത്. അത് വേണ്ട. അത് നിഷേധിക്കാനുള്ള അവകാശം എനിക്കോ ജഗനോ ഇല്ല. രാഖി, ദീമോള് ബലിയിടും. മോള് ഇവിടെ വന്നിരുന്നോളൂ. ഇതിപ്പോ വേണ്ടിയിരുന്നില്ല. അത് ശരിയല്ല ജഗ. കർമ്മം ചെയ്യേണ്ടവര് ചെയ്താലേ അതിന് ബലം ഉണ്ടാവും. കുറച്ച് പൂക്കളെടുത്ത് പിണ്ടത്തിൽ സമർപ്പിക്കുക. അതിലേക്ക് വെച്ചോളൂ. അതിവിടെ വെച്ചോളൂ. പിന്നിലേക്ക് നിന്നോളൂ. ഇനി ബലിക്കാക്കയെ കൈകൊട്ടി വിളിച്ചോളൂ. ആത്മാക്കൾ സംതൃപ്തിയോടെ മടങ്ങിയിരിക്കുന്നു. മോളെ, സന്തോഷായി മോളെ. അവർക്ക് ഇപ്പോഴാ തൃപ്തിയായത്. എല്ലാം കഴിഞ്ഞില്ലേ? നീ പൊയ്ക്കൂടെ? വാ വാ മോളെ. നിക്ക്.
ഇത് മോൾക്ക് വേണ്ടി ആന്റി മേടിച്ച കുറച്ച് ഡ്രസ്സും സീറ്റ്സുവാ. മോൾ ഇത് വാങ്ങണം. ആ, ആ ആ ചെന്നോളൂ. ഇതൊന്നും വേണ്ട. ശരി എന്നാ. അങ്ങോട്ട് ചെല്ലു. വന്ദനെ പ്ലീസ്, ഇത് എന്റെ കൂടെപ്പിറപ്പിന്റെ കുഞ്ഞാ. ഇത് രാജീവേട്ടൻ തരുന്നതായി കരുതിയാ മതി. ദേവി ഇത് വാങ്ങാതിരിക്കരുത്. ആന്റിയെ കാണാൻ മോൾ ഇനിയും വരണം. ആന്റിക്ക് മോളല്ലാതെ വേറെ ആരും ഇല്ലാത്തോണ്ടാ. വന്ദനെ കഴിഞ്ഞില്ലേ, വാ പോവാം. വാ മോളെ. സമ്മതിച്ചു രാഗി, എന്താ ഒരു അഭിനയം, എന്തൊരു ടൈമിംഗ്. ഇത് വല്ല സിനിമയിലെങ്ങനെ ആരെന്നെങ്കിലും ഉണ്ടല്ലോ, മികച്ച നടിക്കുള്ള പുരസ്കാരം നിനക്ക് തന്നെ കിട്ടിയാനെ. ഹലോ സാറേ, ഞാൻ പുറത്തുണ്ട്. പുറത്തോ? അതെ. അവിടെ എവിടെയെങ്കിലും മറന്നു നിൽക്കാൻ ഞാൻ വരാം. ശരി സാർ. എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഇരുന്നാണല്ലോ. എന്നോട് ഗുളിക എടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഇനി മുകളിലെ ബെഡ്റൂമിൽ കാണുമോ?